നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. നമ്മുടെ കയ്യിലെ കറൻസിയുടെ അവൈലബിലിറ്റി വെച്ചാൽ, നമ്മുടെ കയ്യിലെ എമൗണ്ട് ഇപ്പൊ എത്രയുണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഈ കാര്യം ഇരിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് കടന്നു വരാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? ഇത് പ്രോഗ്രാം നിങ്ങളോട് പറയത്തില്ല. ഇതിലൂടെ ഏൺ ചെയ്ത പല വ്യക്തികളുടെയും ഇൻകം പൊട്ടൻഷ്യൽ കണ്ടതിന് ശേഷം അവരെന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ നിങ്ങളിലേക്ക് ഒരു സജഷൻ തരുന്നതാണ്. എതേറിയം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി ഇപ്പൊ അറിയാം 90,000 രൂപ, അറൌണ്ട് 90,000 പ്ലസ് ഉണ്ട് ഇന്നത്തെ വില. അപ്പൊ ഒരു ഇതേറിയം എടുത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാം. ഒരു ഇതേറിയം ആണ് ബെറ്റർ. നിങ്ങൾക്ക് അത്രയും തീർച്ചയായിട്ടും ഒരു എലൈറ്റ് ക്ലാസ്സിൽ ഒരു ബിസിനസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 90,000 റുപ്പീസ് ഇല്ല, എന്റെ കയ്യിൽ ഇപ്പൊ ഇച്ചിരി ടൈറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈവൻ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് 0.5 ഇതേറിയം എന്ന് വെച്ചാൽ 90,000ത്തിന്റെ പകുതി എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വില അനുസരിച്ച് അത് 50,000 ആക്കിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇതേറിയത്തിനകത്ത് തന്നെ എനിക്ക് വരണം, പക്ഷെ എന്റെ എമൗണ്ട് കുറവാണ്. അങ്ങനെയാണ് എങ്കിൽ 26,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എതേറിയത്തിലേക്ക് കടന്നു വരാം. എന്ന് വെച്ചാൽ അറൌണ്ട് 0.3 നമുക്ക് വാങ്ങിച്ചുകൊണ്ട് കടന്നു വരാം. ഇല്ല, എന്റെ കയ്യിൽ ഇനി വളരെ ടൈറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രത്യേകം കേൾക്കുക. എനിക്ക് ഈ പ്രോഗ്രാം എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് കടന്നു വരണം, പക്ഷെ ഐ ആം റിയലി ടൈറ്റ്, എനിക്ക് എന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഭയങ്കര ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ തുടങ്ങാം? അങ്ങനെ തുടങ്ങാൻ വേണ്ടി അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ട്രോൺ. ട്രോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 4,500 ട്രോൺ ഒക്കെ മതിയാവും. ഏകദേശം ഒരു 12,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഒരു പ്രോഗ്രാം, അതായത് ഒരു നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ ഒരു സീനിയർ പാർട്ണർ ഉണ്ട്. ആ സീനിയർ പാർട്ണറുടെ പ്രോഗ്രാം നമ്മളിന്ന് കാണാൻ വേണ്ടി പോവാണ്. ആ പ്രോഗ്രാം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ പ്രോഗ്രാം യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഞാൻ ട്രോണിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ട്രോണിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് വെബ്സൈറ്റ് ചോദിക്കും എത്ര ട്രോൺ വേണമോ ഇത് വേണമോ, അപ്പൊ ഏത് ഐ ഡി വേണം എന്നുള്ളത് നമ്മളോട് ചോദിക്കും. ആ ഐ ഡി വേണം എന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് എന്റെ ഐ ഡി ആണ്, ഞാനത് ലോഗിൻ ചെയ്തിട്ടിരിക്കുന്നതാണ്. അറൌണ്ട് 58,000 ട്രോൺ വന്നു കഴിഞ്ഞു. 5,000 ട്രോൺ ആണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഇതിനേക്കാൾ വളരെ സീനിയർ ആയിട്ടൊരു വ്യക്തിയുടെ ഐ ഡി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. നമ്മളേക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ ഗ്രേറ്റ് സീനിയർ പാർട്ണർ 1628 എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഐ ഡിയിലേക്ക് ഒരു പാസ്വേഡും ഇല്ലാതെ നമുക്ക് കയറാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈലിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1628 ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടോട്ടൽ ഏർണിങ്സ്, അദ്ദേഹം ഏകദേശം 5,000-10,000 ഡ്രോൺ വെച്ച് ഡെവലപ്പ് ചെയ്തതാവാം. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ടോട്ടൽ ഏർണിങ്സ് എന്ന് വെച്ചാൽ 17 ലക്ഷം ട്രോൺ ആയി മാറി. വെറും 3 മാസങ്ങൾ കൊണ്ട് 17 ലക്ഷം ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണെന്നുള്ളത് ആലോചിച്ച് നോക്കുക. 17 ലക്ഷം ഇൻറ്റു 2.5 കൂട്ടണം. ഏകദേശം അറൌണ്ട് നിയർ അബൌട്ട് 50 ലാക്സ് റുപ്പീസ് അദ്ദേഹത്തിന് ഇൻകം ആയി വന്നു കഴിഞ്ഞു വെറും 90 ദിവസങ്ങൾ കൊണ്ടാണ്. ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാം ആണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അതിനുശേഷമാണ് ട്രോൺ എന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്, ട്രോണിലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതിൽ രണ്ടിലെയും പ്ലാൻ ഈസ് ദ സെയിം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ട്രോൺ കറൻസിയായി മാറുന്നു, എതേറിയം കറൻസിയായി മാറുന്നു എന്നുള്ള ഒറ്റ മാറ്റം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 4,500 ട്രോൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇതിനകത്തെ ഫസ്റ്റ് പ്രോഗ്രാമിന്റെ പേര് X3 എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും X3 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. മാത്രമല്ല ഇത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്? അത് വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ കയ്യിലെല്ലാം ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരായിരിക്കും കൂടുതൽ. ഗൂഗിൾ പേക്കകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേയിൽ നിന്നും ആ ആപ്ലിക്കേഷന്റെ ലിങ്ക് നമ്മുടെ ഒരു സുഹൃത്തിന് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ആ ലിങ്കിലൂടെ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴത്തേക്കും നമുക്ക് 200 രൂപ കിട്ടും. ആ 200 രൂപ എങ്ങനെ കിട്ടുന്നു? നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് വഴി അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടോ നമ്മൾ അതിന്റെ പ്രൊമോഷന് സഹായിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഐ ഡി നമ്പർ കിട്ടും. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര പേരെ വേണമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്താം. അതിൽ ഇതിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 123 വ്യക്തികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. ഇതിലൂടെയാണ് അദ്ദേഹത്തിന് 17 ലക്ഷം കിട്ടിയത്. ഇതൊക്കെ എങ്ങനെ കിട്ടി? ഇതാണ് ഞാൻ താഴെ കാണിക്കുന്നതാണ് ഈ അഫിലിയേറ്റ് ലിങ്ക്. ഇതുപോലെ നമ്മളും ഈ കോൺടാക്റ്റിലേക്ക് വരുമ്പോൾ ഒരു അഫിലിയേറ്റ് ലിങ്ക് കിട്ടും. ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കുക. അതിലൂടെ അദ്ദേഹം ഈ സ്മാർട്ട് കോൺടാക്ട് ചെയ്യുന്നു. ഇതാണ് പോയിന്റ്. അപ്പൊ ഫസ്റ്റ് പ്രോഗ്രാം എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. വരുന്ന ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. വളരെ സീരിയസ് ആയി കേൾക്കുക. കാരണം പലരുടെയും ലൈഫ് വലുതായിട്ട് വലിയ ചേഞ്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, എന്റെ ഉൾപ്പെടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം വലിയൊരു പ്രശ്നം ട്രഡീഷണൽ ബിസിനസ്സിനകത്ത് നന്നായി വന്നെങ്കിലും വലിയൊരു ഇഷ്യൂവിനകത്ത് നിന്ന സമയത്താണ് പലരും ലൈഫ് അറിയാൻ കൊറോണ കാരണം വലിയ പ്രോബ്ലം ആയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് എന്റെ കയ്യിൽ എന്നെ ശരിക്കും പറഞ്ഞാൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നെഞ്ചിൽ തൊട്ട് പറയാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളിപ്പോ കേൾക്കാൻ വേണ്ടി പോകുന്നത്. സോ ദ ഫസ്റ്റ് പ്രോഗ്രാം ഈസ് X3. X3യിലേക്ക് നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങളിൽ ഒരു 4,500ഓളം ട്രോൺ ഉണ്ടെന്ന് കരുതുക.
ഈ 100 എന്ന് പറയുന്നത് 100 ഡ്രോൺ ആണ്, 200 എന്ന് പറയുന്നത് 200 ഡ്രോൺ ആണ്, 400 400 ആണ്, 800 800 ഡ്രോൺ ആണ്. അപ്പൊ നമുക്ക് എത്ര ഡ്രോൺ ഇപ്പം ഇതൊന്ന് കൂട്ടി നോക്കിയേ, 800 400 1200 1200 1200 എത്രയായി? 1200 200 1400 1400 100 1500 ഡ്രോൺ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 1500 ഡ്രോൺ, നമ്മുടെ കയ്യിൽ ഒരു 4500 ഡ്രോണോളം ഉണ്ട്. അതിൽ നിന്നും ഏകദേശം എത്രയെങ്കിലും എടുക്കുകയാണ്, ഇതുകൂടെ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. ഇതുകൂടെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടോട്ടൽ ഏകദേശം 3100 ഡ്രോൺ ആയി അല്ലെ? അതായത് 5 സ്ലോട്ടുകൾ നമ്മൾക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയാണ്. ഇത് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു? നമ്മുടെ വാലറ്റിലേക്ക് ഇത് ആദ്യം വാങ്ങിക്കുന്നു. വാലറ്റിലേക്ക് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഈ വെബ്സൈറ്റുമായിട്ട് നമ്മുടെ സുഹൃത്ത് അയച്ചു തന്ന സ്മാർട്ട് കോൺട്രാക്റ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യുന്നു. അപ്പോഴത്തേക്കും ഇത്ര ആക്ടിവേഷൻ നടന്നതായിട്ട് കാണിക്കും. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാവുന്ന അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കൾക്കകത്തും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എനിക്കിനി കാശൊന്നും വേണ്ട, ഞാൻ സെറ്റിലായി എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? അങ്ങനെ ആരെ ഞാൻ ഇതുവരെ കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അവരുടെ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോ അതിൽ നിന്ന് നമുക്കൊരു 3 പേരെ വേണം. ഇത്രയേ നമുക്ക് വേണ്ടിയുള്ളൂ. 3 പേര്. അത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള പോസിറ്റീവ് ചിന്താഗതിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ക. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാനുള്ള ഒരു മനസ്സും. ഈ 2 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ നമുക്ക് തിരഞ്ഞെടുക്കാം. അവരോട് നിങ്ങൾ പോയി നേരിട്ട് എന്ന് പറയാനല്ല പറയുന്നത്. ഒരു സൂം കോളിന്റെ ഇതുപോലുള്ള ഹെൽപ്പോട് കൂടി അവരിലേക്ക് ഇത് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. എത്തിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിക്കും? അവിടെ അദ്ദേഹം ഇത് മനസ്സിലാക്കും. അതിനുശേഷം നമ്മുടെ ലീഡറുമായിട്ട് ഒരു കോൺഫറൻസ് കോൾ ഇട്ട് കൊടുക്കുക. ആ ലീഡർ ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സുകൾ വിശദീകരിച്ചു കൊടുക്കും. നേരിട്ട് നിങ്ങൾ ആരെയും പോയി കാണണ്ട. നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ 3100 ഡ്രോൺ 4500 ഡ്രോൺ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിൽ നിന്നും 3100 ഡ്രോൺ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? എക്സ്റി എന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ ഒരു ഫസ്റ്റ് സുഹൃത്ത്, അദ്ദേഹത്തിനെ ഞാൻ എ എന്നുള്ള രീതിയിൽ ഞാൻ ഡിനോട്ട് ചെയ്യുകയാണ്. അദ്ദേഹം നമ്മളുടെ ഇതിലേക്ക് കടന്നു വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അദ്ദേഹത്തിനെ നമുക്കിവിടെ കാണാം. പേരായിട്ട് കാണിക്കില്ല, ഈ ഡിനോട്ടേഷൻ ആയിട്ടാണ് കാണിക്കുക. അപ്പം അദ്ദേഹത്തിനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം 3100 ഡ്രോൺ തന്നെയാണ് ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തത്? സ്മാർട്ട് കോൺട്രാക്ട് ചെയ്തതെങ്കിൽ ഈ എല്ലാ സ്ലോട്ടിന്റെയും എ എന്നുള്ള ഇടത്തിൽ അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇവിടെ എല്ലാം എ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഡോട്ടായി അദ്ദേഹത്തിനെ നമുക്ക് ഇവിടെ കാണാം. അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ സംഭവിക്കുന്നത് അദ്ദേഹത്തിന് ഇതുപോലെ മാട്രിക്സ് ഓപ്പൺ ചെയ്ത് കിട്ടും. പക്ഷെ അദ്ദേഹത്തിനെ പഠിപ്പിച്ചതും എഡ്യൂക്കേറ്റ് ചെയ്തതും നമ്മളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഇദ്ദേഹത്തിന്റെ 3100 ഡ്രോൺ 100% will be transferred to your wallet. 100% 3100 ഡ്രോണും നിങ്ങളിലേക്ക് വരും. അത് എന്താണ്? നിങ്ങളാണ് അദ്ദേഹത്തിനെ പഠിപ്പിച്ചത്. അദ്ദേഹം ഈ മാട്രിക്സ് ഓപ്പൺ ചെയ്തു. സോ ഒരു ട്രാൻസാക്ഷൻ നടന്നു. ഇവിടുന്ന് നിങ്ങളുടെ കാശ് കൊണ്ടുപോകാൻ വേറെ ആരുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 100% നിങ്ങളുടെ വാലറ്റിലേക്ക് വരും. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്മുടെ സ്വന്തം ബ്രദർ ആണ് കടന്നു വരുന്നത് വെക്കുക. നമ്മുടെ സ്വന്തം ബ്രദർ കടന്നു വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അദ്ദേഹം ഇതേ രീതിയിൽ തന്നെ കടന്നു വരുമ്പോഴത്തേക്കും രണ്ടാമത്തെ ഡിനോട്ടേഷൻ ആയിട്ട് അദ്ദേഹത്തിനെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അവിടെ ബി എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് എഴുതുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബി. അപ്പൊ ഇവിടെ എല്ലായിടത്തും ഈ പറയുന്ന നൊട്ടേഷൻ അവിടെ കാണിക്കും. അപ്പൊ എത്ര കിട്ടും? ഈ 3100 ഡ്രോൺ അങ്ങനെ വീണ്ടും നമുക്ക് ട്രാൻസ്ഫർ ആയി കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ എത്ര കൊണ്ടുവന്നു അതിന്റെ ഡബിൾ മടങ്ങ് നമ്മളിലേക്ക് വന്നു കഴിയും. അപ്പോഴത്തേക്കും ഇതൊരു ഡ്രോൺ ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഉള്ളതുകൊണ്ട് തന്നെ 2 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ ഒരു 2 മാസം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അത് 3 രൂപയ്ക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എക്സ്ചേഞ്ചിൽ ഇട്ട് നമുക്ക് അതിനെ കാശാക്കി അക്കൗണ്ടിലേക്ക് വരുത്താം. ഇല്ല വെയിറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടുന്നതിന് ഡബിൾ മൂല്യത്തിൽ നമുക്ക് ഈ സംഭവം വിൽക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഒരു വ്യക്തികളെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ മൂന്നാമത്തെ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? സി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യുകയാണ്. സി എന്ന വ്യക്തിയെ അദ്ദേഹം 3100 ഡ്രോണിന്റെ ഒരു ബിസിനസ് കൊണ്ടുവരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ഇത് മാത്രം ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് നമ്മുടെ റീ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടി ഈ മൂന്നാമത്തെ ഒരു നൊട്ടേഷനിലെ വരുമാനം മാത്രം നമുക്ക് കിട്ടില്ല. ദിസ് വിൽ ഗോ ടു യുവർ സീനിയർ പാർട്ണർ. ആരാണ് നിങ്ങളുടെ സീനിയർ പാർട്ണർ? നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന, ഈ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവന്ന വ്യക്തി, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടിലുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ മൂന്നാമത്തെ സെയിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. തേർഡ് സെയിൽ. ഓക്കെ, 3200 ഡ്രോൺ. അപ്പൊ എനിക്ക് ഇനി ഇഷ്ടം പോലെ സുഹൃത്തുക്കളെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമുക്ക് 4ാമത്തെ എൻട്രി ആയിട്ട് ഇനിയും കൊണ്ടുവരാം, 5ാമത്തെ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ അവിടെ എന്ത് സംഭവിക്കും? 6ാമത്തെ എൻട്രി മാത്രം നമുക്ക് വീണ്ടും അവിടെ കിട്ടില്ല. 6ാമത്തത് മാത്രം ഇവിടെ പോകും, നമ്മുടെ സീനിയർ പാർട്ണറിലേക്കായിരിക്കും പോവുക 100%. ചുരുക്കത്തിൽ പറഞ്ഞാൽ 1ാമത്തെ എൻട്രിയും 2ാമത്തെ എൻട്രിയും 100% കിട്ടും. 3ാമത്തത് മാത്രം വിൽ ഗോ ടു യുവർ സീനിയർ പാർട്ണർ. 4, 5 നമുക്ക് 100%. 6ാമത്തത് മാത്രം സീനിയർ പാർട്ണറിലേക്ക് പോകും. അങ്ങനെ 3ന്റെ മൾട്ടിപ്പിൾസ് മാത്രം നമ്മുടെ സീനിയർ പാർട്ണറിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ബാക്കിയെല്ലാം നമുക്ക് 100% ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോ നമ്മൾ കൊണ്ടുവന്ന ആൾക്കാരുടെ 3ാമത്തത് എന്ന് പറഞ്ഞാൽ ആർക്ക് കിട്ടും? അത് നമുക്കാണ് വരിക. കാരണം അവിടുത്തെ സീനിയർ പാർട്ണർ എന്ന് പറഞ്ഞാൽ നമ്മളാണ്.
അപ്പൊ ഒരിക്കൽ മാത്രമേ ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഒരു 3 പേരെ കൊണ്ടുവന്നിട്ട് അവരോട് ഇത് എന്താന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ലൈഫിൽ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൈപിടിച്ച് ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് റൊട്ടേഷൻസിലൂടെ ഇതിലൂടെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ഡ്രോണുകൾ സമ്പാദിക്കാം. അപ്പൊ ഞാനിത് പറഞ്ഞതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളോട് X3 എന്ന് പറയുന്ന 100% ആക്റ്റീവ് ആയിട്ടൊരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് എ 100% ആക്റ്റീവ് ഇൻകം. ചെയ്താൽ മാത്രമേ കിട്ടൂ എന്നുള്ളത് ഞാൻ വീണ്ടും 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 പറയുകയാണ്. കാരണം ചില ആൾക്കാരെങ്കിലും ഇത് റോങ് പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം പോലെ ഇത് ചെയ്യാതെ കിട്ടുന്ന ഒരു പ്രസ്ഥാനമല്ല. ശരി, അപ്പൊ അടുത്ത പ്രോഗ്രാം എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. അടുത്ത പ്രോഗ്രാമിന്റെ പേരാണ് X4. നിങ്ങൾക്ക് ഇവിടെ കാണാം. അദ്ദേഹം ഏകദേശം 3,16,000 ട്രോൺ അദ്ദേഹം വർക്ക് ചെയ്ത് വരുമാനം വാങ്ങിച്ചപ്പോൾ വർക്ക് ചെയ്യാതെ നോക്കുക എത്ര വരുമാനം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. അതാണ് വർക്ക് ചെയ്യാതെ കിട്ടുന്ന വരുമാനം തന്നെയാണ് X4ഉം X-Goldഉം. പാസീവ് ഇൻകം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ കിട്ടുമോ? കിട്ടില്ല. നിങ്ങൾ ചെയ്യുന്നതിന്റെ ഡബിളോ ട്രിപ്പിളോ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ പാസീവ് പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ 10,000 ടോൺ വർക്ക് ചെയ്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 20,000 ടോൺ നിങ്ങൾക്ക് വർക്ക് ചെയ്യാതെ X4ലൂടെയും X-Goldലൂടെയും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ കയ്യിൽ 4,500 ടോൺ ഉണ്ട്. 3,100 ടോൺ നമ്മൾ X3 എന്ന പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 1,400 ട്രോണോളം ഉണ്ട്. ഈ 1,400 ട്രോൺ കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? X4ലെ ഒരു 2-3 പ്രോഗ്രാം നമ്മൾ അങ്ങ് ഇതുപോലെ X3ൽ ചെയ്ത പോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പൊ എത്രയായി? 400ഉം 200ഉം 600, 600ഉം 100ഉം 700. 700 വന്നു കഴിഞ്ഞാൽ ഈ 700 ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ 700 എന്നത് ഞാൻ ഒറ്റ ഡിനോട്ടേഷൻ ആയിട്ട് കാണിക്കുകയാണ്. ഈ 700ലൂടെ നമ്മൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ. എന്താണ് ഈ കംപ്ലീറ്റ് റൊട്ടേഷൻ? കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണിക്കുന്നതാണ് ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്ര സ്ലോട്ട് ആണ്? 1, 2, 3, 4, 5 ആൻഡ് 6. ആറാമത്തേത് മാത്രം ഇതിന് പറയുന്നതാണ് ഓട്ടോപോൾ. എല്ലാ വ്യക്തികളുടെയും ആറാമത്തെ സെയിൽ അതാത് സിസ്റ്റത്തിൽ ഓട്ടോപോൾ പോകും. സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ മുടക്കിയത് 700 ആണെന്നുണ്ടെങ്കിൽ 700ന്റെ 3 ഇരട്ടി, ദാറ്റ് മീൻസ് 2,100 TRX നിങ്ങൾക്ക് വരുമാനമായി കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സ്ലോട്ടുകൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കാരണം ലോകത്തിലെ എല്ലാ സിസ്റ്റത്തിലും നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ. പക്ഷെ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രത്യേകത നമ്മുടെ അപ്ലൈനോ നമ്മളെ കൊണ്ടുവന്ന ടീമോ നന്നായി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരുമാനം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇത് 100% എങ്ങനെ കിട്ടും? നല്ലൊരു വ്യക്തിയോടെ നിങ്ങൾ വന്നാൽ, നല്ലൊരു ടീമിൽ നിങ്ങൾ വന്നാൽ മതി. പക്ഷെ നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അത് എപ്പോഴും 100% നിങ്ങൾ ചെയ്യണം എന്ന് തന്നെ പറയുന്ന പൊസിഷൻ ഒരു ഇതിലെടുക്കുന്നത്. അപ്പൊ X4 പോലൊരു പ്രോഗ്രാമാണ് X-Goldഉം. ഇത് 100% ദിസ് ഈസ് ഓൾസോ എ പാസീവ് ഇൻകം. ഇതിനുവേണ്ടി നിങ്ങൾ ഇത് സ്ലോട്ടുകൾ പർച്ചേസ് ചെയ്തിടുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിലൂടെ അൺലിമിറ്റഡ് ആയിട്ട് റൊട്ടേഷൻസിലൂടെ വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ID നമ്പർ 3913 എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഓരോ സെക്കൻഡിലും ഓരോ ഐഡിയിലേക്ക് പോകുന്ന വരുമാനത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പൊ ലൈവായിട്ട് നിങ്ങൾ ഒരു വലിയ ടീം ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും X-Goldലും പരമാവധി ആക്ടിവേഷൻ ചെയ്തിടാൻ വേണ്ടി നോക്കുക. കാരണം ഇവിടെ ഏകദേശം 4 ലെവൽ വരെ മുകളിലേക്കും താഴേക്കും എല്ലാം പലയിടങ്ങളിലേക്കുള്ള സ്പ്രെഡ് ചെയ്തുള്ള ഓട്ടോപോളുകൾ കിട്ടാനുള്ള ചാൻസ് ഇവിടെ പോസിബിലിറ്റി കൂടുതലാണ്. ഏതേറിയത്തിലും ഇത് തന്നെയാണ്. നിങ്ങൾ ഒരു ഇതേറിയം വെച്ച് നിങ്ങൾ തുടങ്ങാം, പകുതി ഇതേറിയം വെച്ച് തുടങ്ങാം, 25,000 രൂപ വെച്ച് തുടങ്ങാം. സെയിം റൊട്ടേഷൻസ് തന്നെയാണ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇന്ന് ഇതേറിയത്തിന്റെ പ്ലാനിലേക്ക് ഞാൻ കടക്കുന്നില്ല. എല്ലാം സെയിം ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ബട്ട് ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് എതേറിയം. കയ്യിൽ കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ എതേറിയം വെച്ച് തന്നെ തുടങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതേറിയത്തിന്റെ ഇന്നത്തെ വില എന്ന് പറയുന്നത് നിങ്ങളുടെ കാണാൻ സാധിക്കും 96,985. നിങ്ങളുടെ കയ്യിൽ ഒരു കാശ് ഉണ്ടെന്ന് വെക്കുക. നിങ്ങളിത് ഒരു 10 എണ്ണം വാങ്ങിച്ചു വെക്കാനുള്ള രീതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു വെക്കാം. അടുത്ത ഒരു എന്താവും ഒരു 2 മാസം കൂടെ നോക്കിയോളൂ. ഇതേ സിറ്റുവേഷൻ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ അറേഞ്ച് ചെയ്യാൻ നമ്മുടെ ഇല്ല എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഫോർസൈ എന്ന വെബ്സൈറ്റിലേക്ക് ഒരു ഇതേറിയം കൊണ്ടുവരിക. ഞാനും ഇതുപോലെ ഒരു ഇതേറിയമാണ് വാങ്ങിച്ചത്. 3 മാസം മുമ്പ് ഒരു ഇതേറിയത്തിന് വില 18,000 രൂപയുള്ളായിരുന്നു. ഇന്ന് ഏകദേശം 10 ഇതേറിയത്തിന് മുകളിലേക്ക് എന്റെ ടോട്ടൽ ഏർണിങ്സ് ആയി കഴിഞ്ഞു. ഈ 10 ഇതേറിയം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 പവൻ സ്വർണം നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ സ്വർണത്തിന്റെ വില കൂടുമ്പോൾ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. പക്ഷെ ആ 1 പവൻ ഒരിക്കലും 10 പവനോ 100 പവനോ ആവുന്നില്ല. അതേ ഇതിൽ തന്നെയാണ് നിങ്ങൾ ഒരു ഇതേറിയം വാങ്ങിച്ചു വെച്ചു നിങ്ങൾ സ്മാർട്ട് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഒരു ഇതേറിയം എന്നുള്ള സ്ലോട്ടിലൂടെ നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ഇതേറിയംസ് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ വെബ്സൈറ്റിലൂടെ കണ്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം തീരുകയാണ്. കാരണം ഇത് പലരുടെ ലൈഫിൽ ഉണ്ടാക്കിയ നമ്മുടെ തന്നെ സീനിയർ പാർട്ണറായ മണികണ്ഠൻ സാറിന്റെ തന്നെ ഐഡിയ ആണ്. അദ്ദേഹത്തിന്റെ എതേറിയം ID കൂടി നമ്മൾ ജസ്റ്റ് ലോഗിൻ ചെയ്ത് കണ്ടുകൊണ്ട് നമ്മളിപ്പം ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. ഇത് എന്താണ് എന്നുള്ളത് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അതിനുവേണ്ടിയാണ്
ഞാൻ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ കരസ്പർശമുള്ള ഒരു ബിസിനസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ദ റീസൺ ഈസ് ദാറ്റ് ലോകത്തിലെ ഒരു പ്രസ്ഥാനവും നമുക്കറിയാം 100% വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഹോൾഡ് ചെയ്യുന്നത് ഒരു ഹ്യൂമൻ ബീങ് ആണ്, ഒരു മനുഷ്യനാണ്. മനുഷ്യന് എപ്പോഴും ഇമോഷൻസ് ഉണ്ടാവും, അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ മാറ്റാം, എപ്പോ വേണമെന്നുണ്ടെങ്കിലും എന്തും മാറി മറിയാം. പക്ഷെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് വളരെ ഇതായിട്ട് തന്നെ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ദൈവം വിചാരിച്ചാൽ മാത്രമേ ബ്ലോക്ക് ചെയിന്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതാണ് ബ്ലോക്ക് ചെയിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് 100% യു ക്യാൻ ബിലീവ് ഓൺ ഇറ്റ്. നമുക്ക് ആ ഇദ്ദേഹത്തിന്റെ ഐഡിയ കൂടി ചെക്ക് ചെയ്തുകൊണ്ട് നമ്മളിത് ഈ പ്രോഗ്രാം നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യാണ്. നമ്മൾ ഇച്ചിരി ഡിലേ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് കുറച്ചേറെ ടൈം എടുത്തത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇദ്ദേഹത്തിന്റെ ഐഡി നമ്പർ കൊടുക്കാം, 44574. ഈ ഐഡി കാണുമ്പോൾ ഒരിക്കലും നമ്മൾ തലകറങ്ങി വീഴരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ദ റീസൺ ഇസ് ദാറ്റ് വെറും ഒരു ഇതേറിയം കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഇന്നത്തെ ടോട്ടൽ എത്തേറിയം ഈസ് 742 എതേറിയം. 742 into 90,000. യു ഹാവ് ടു ബിലീവ് മീ. ഇത് എന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ ഏകദേശം മെയിലാണ് അദ്ദേഹം ഈ കോൺട്രാക്റ്റിലേക്ക് കടന്നു വരുന്നത്. ഏകദേശം 5 കോടി 6 കോടി രൂപയുടെ ഇക്വലന്റ് ആയിട്ടുള്ള ഇതേറിയം, ഏകദേശം 17 ലക്ഷം 36 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള 50 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ട്രോണും അദ്ദേഹം ഓൾറെഡി ഏൺ ചെയ്ത് കഴിഞ്ഞു. ദിസ് ഈസ് ഫോർസേജ്. നിങ്ങളുടെ ലൈഫില് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രി നിങ്ങളെ സഹായിക്കും. അതിനുള്ള ദൈവാനുഗ്രഹം തരട്ടെ. കാരണം ഒരു 5 മിനിറ്റോടെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകും. ഇതിലൂടെ ധാരാളം അച്ചീവ് ചെയ്ത 1-2 വ്യക്തികളെ നിങ്ങൾക്ക് ഇന്ന് കാണുവാൻ വേണ്ടി സാധിക്കും. സോ 100% യു ക്യാൻ ബിലീവ് ദിസ് സിസ്റ്റം ബിക്കോസ് ഇറ്റ് ഇസ് ബ്ലോക്ക് ചെയിൻ. എല്ലാം പഠിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ ആരോടും പറയരുത്. കാരണം ഇതൊരു വലിയ ഒരു ഇൻഡസ്ട്രിയാണ്. ഒരിക്കലും ഒരു ടെക്നോളജി പഠിച്ചു തീർക്കാൻ സാധിക്കില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഒരു ആൻഡ്രോയിഡ് ഫോൺ എപ്പം നിങ്ങളുടെ കിട്ടിയപ്പോഴും നിങ്ങൾ അത് ഉപയോഗിച്ചാണ് പഠിച്ചത്, ബിക്കോസ് ദാറ്റ്സ് എ ടെക്നോളജി. അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, പഠിച്ചതിന് ശേഷം ചെയ്യാൻ വേണ്ടി ഒരിക്കലും ട്രൈ ചെയ്തത് അത് പോസിബിൾ അല്ല. നോക്കിയിരിക്കുമ്പോൾ എതിർത്തിന്റെ വിലയും ട്രോണിന്റെ വിലയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒരു സെക്കൻഡ് പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു പ്രസന്റേഷൻ തരാൻ വേണ്ടി ഒത്തിരി നമ്മുടെ ടീമിലുള്ള പല വ്യക്തികളും നമുക്ക് വലിയ സപ്പോർട്ട്സ് തന്നിട്ടുണ്ട്. എല്ലാവരെയും താങ്കിങ് ഓൾ, വിഷിംഗ് യു ഓൾ ഗ്രേറ്റ് സക്സസ്. സൈനിങ് ഓഫ്, ഡോക്ടർ കെവിൻ. താങ്ക് യു. താങ്ക് യു കെവിൻ സാർ. ഇറ്റ് വാസ് എ വെരി വണ്ടർഫുൾ പ്രസന്റേഷൻ. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്ത സാറിന് കൺഗ്രാറ്റ്സ്. സോ ഇപ്പോ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചോദ്യം തന്നെയായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള വരുമാനം ശരിക്കും നേടാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. ഉള്ളിലുള്ള ആ ചോദ്യത്തിന് ഉത്തരവുമായി നമ്മളെ പോലെ തന്നെ സാധാരണക്കാരായി ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയും ഇപ്പോൾ വളരെ നല്ല അച്ചീവ്മെന്റ്സിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത ഏതാനും ചില ലീഡേഴ്സിനെ നമുക്ക് ഇന്നിവിടെ പരിചയപ്പെടാം. സോ ആദ്യമായി ഞാനിവിടെ ക്ഷണിക്കാൻ പോകുന്നത് ഈ ഒരു സിസ്റ്റം പലർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒപ്പം നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കുകയും ചെയ്ത നമ്മുടെ ഗ്രേറ്റ് ലീഡറായ സൈനുലാബ്ദീൻ സാറിനെയാണ്. സർ, സൈനു സർ, can you hear me? Yes, thank you, Rama madam. Thank you so much. Share your experience, sir. Okay, thank you, Kevin sir. എന്തായാലും ഇന്നത്തെ സൂം കോൾ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ തന്നെ ആയിരുന്നു. അത് നമുക്ക് പറഞ്ഞു തന്ന, നമുക്ക് അത്രയും നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് തന്ന ഡോക്ടർ കെവിൻ സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. എനിവേ, എന്തായാലും എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് സൈനുൽ ആബിദി എന്നാണ്, സ്വദേശം തൃശ്ശൂരാണ്. തീർച്ചയായിട്ടും ഈ ഒരു സൂം എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ഫോർസേജ് എന്ന് പറയുന്ന സ്മാർട്ട് കോൺട്രാക്ട് നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി 6-ാം തീയതി തുടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൽ നിന്നും ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ ജീവിതത്തില് ഒരു കൊറോണ എന്ന് പറയുന്ന മഹാവിപത്ത് പിടികൂടി വളരെ വലിയൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് നേരത്തെ കെവിൻ സാർ പറഞ്ഞ പോലെ തന്നെ ദൈവനിയോഗത്താൽ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു പ്രൊജക്ട് അത് ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് കേട്ട് കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളോടും, പുതുതായിട്ട് കടന്നു വന്നിട്ടുള്ള വ്യക്തികളോട് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്, നമുക്ക് ഒരു പുതിയ അവസരങ്ങൾ അല്ലെങ്കിൽ പുതിയ തൊഴിൽ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പ്രാരാബ്ദങ്ങൾ തീരണം, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനെ പറ്റിയുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് ഇന്റർനെറ്റ്, ഇനി വരാൻ പോകുന്ന ഒരു ടെക്നോളജി, ട്രേഡ് വിത്ത് ടെക്നോളജിയിലാണ് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു ട്രേഡ് വിത്ത് ടെക്നോളജി ആയിട്ടുള്ള ഫോർസേജ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നമ്മൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഒരു വലിയൊരു ബിഗ് അച്ചീവ്മെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്
ഈ ഒരു പ്രൊജക്ട് എന്താണ് നമ്മൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ എല്ലാം പഠിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. ഒരിക്കലും എല്ലാം പഠിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സിസ്റ്റം എന്താണെന്നുള്ളത് പഠിക്കുകയും ഓരോ ഡെയിലി നമ്മൾ നടക്കുന്ന 8 മണിക്ക് നടക്കുന്ന സൂം കോൾ, തമിഴിലായാലും ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും മലയാളത്തിലായാലും നടക്കുന്ന സൂം കോളുകൾ, അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് നമ്മൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ട് തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്പും എങ്ങനെയാണോ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്, നമ്മുടെ സുപ്പീരിയർ പാർട്ട്നേഴ്സ് നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡവും അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളെ നമുക്കൊരു വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് കഴിയും. ഈ ഒരു കൊറോണ എന്ന് പറയുന്ന മഹാവിപത്ത് നമ്മൾ പിടികൂടിയിരിക്കുന്ന സമയത്ത്, പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന സമയത്ത് എല്ലാ മേഖലയും ഓൺലൈനിലേക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സഹായത്തിലേക്ക് മാറുന്ന ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ജോബ്, നമ്മൾ ആ ജോബിന് പോകാൻ പറ്റാതെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് ഇന്റർനെറ്റിന്റെ അപാര സാധ്യത നമ്മൾ മനസ്സിലാക്കിയത്. ഏകദേശം 20 വർഷങ്ങൾക്കപ്പുറം ഇന്റർനെറ്റ് വന്നെങ്കിൽ പോലും ഈ ഒരു കൊറോണ എന്ന് പറയുന്ന മഹാവിപത്ത് നമ്മൾ പിടികൂടിയ സമയത്താണ് ആ ഇന്റർനെറ്റിന്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കിയത്. എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾ പോലും മൊബൈലിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് തിരിയുന്ന ഒരു സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിലേക്ക് എഡ്യൂക്കേഷൻ മാറിയ സമയത്ത് നമ്മുടെ ബിസിനസ്സും അതിനനുസരിച്ച് മാറ്റാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു ഫിസിക്കൽ ഫോമിൽ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ല, ഇതൊരു പോൺസി സ്കീം അല്ല, ഒരു പിരമിഡ് സ്കീം അല്ല. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം ട്രാൻസാക്ഷൻസ് ഇൻക്രീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിക്കും കൂടുതൽ ഡിജിറ്റൽ അസറ്റ് ഫോം ചെയ്യാനുള്ള ഒരു മാർഗമാണ് നമുക്ക് ഫോർസേജ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതൊരിക്കലും നിങ്ങൾക്ക് ഇത്ര പൈസ ഇട്ടാൽ ഇത്ര കിട്ടുന്ന ഒരു സിസ്റ്റം അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ എത്തേറിയം എന്ന് പറയുന്ന ഡിജിറ്റൽ കറൻസി 2014-15 നേരത്തെ കെവിൻ സാർ പറഞ്ഞു തന്നു, 15 വെറും 200 രൂപയിൽ താഴെ മാത്രം റേറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ഏകദേശം 96,000 റുപ്പീസിന് മുകളിലേക്ക് റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, വെറും 1 രൂപ പോലും വാല്യൂ ഇല്ലാതിരുന്ന 2008-2009 ബിറ്റ്കോയിൻ എന്ന് പറയുന്ന കറൻസിക്ക് ഇന്ന് ഏകദേശം 30 ലക്ഷത്തിന് മുകളിൽ റേറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആസ് എ ഡിജിറ്റൽ അസറ്റ്, അതെന്താണ് ഡിജിറ്റൽ അസറ്റ്, എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പഠിച്ച് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും വ്യക്തമായിട്ടുള്ള ലീഡിങ് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ലൈഫിൽ അത് ഈ ഒരു സിസ്റ്റത്തിലൂടെ സക്സസ് ആവാൻ കഴിയുമെന്നുള്ളത് 100% ഉറപ്പാണ്. എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മാസത്തോളമായി ഈ ഒരു ബിസിനസ്സിൽ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്ട് എന്താണെന്നുള്ളത് ആദ്യം എനിക്ക് മുഹമ്മദ് അഷ്റഫ് സാർ എനിക്കിത് പറഞ്ഞിരുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ഒന്നും അറിയില്ലായിരുന്നു. എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നോ, എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നോ, എന്താണ് എത്തേറിയം എന്നോ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഈ ഒരു സിസ്റ്റത്തിൽ വന്നു കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഗ്രേറ്റ് മെന്റർ ആയിട്ടുള്ള മിസ്റ്റർ മണികണ്ഠൻ സാറിന്റെയും ശരവണൻ സാറിന്റെയും മീറ്റിങ്ങുകൾ, അത് സൂം കോളുകൾ അറ്റൻഡ് ചെയ്യുകയും അതിലൂടെയും അതേപോലെ തന്നെ ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നും മാക്സിമം നമ്മൾ നോളജ് കരസ്ഥമാക്കിയപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ ബ്യൂട്ടി മനസ്സിലാക്കിയ സമയത്ത് അറൌണ്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ ഏകദേശം 30 lakhs മുകളിൽ ഏൺ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ഇതിൽ എന്റെ ഗ്രേറ്റ് മെന്റർ ആയിട്ടുള്ള മിസ്റ്റർ മുഹമ്മദ് അഷ്റഫ് ആണെന്നുണ്ടെങ്കിലും ഏകദേശം 1.25 കോടി രൂപയ്ക്ക് മുകളിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മിസ്റ്റർ മണികണ്ഠൻ ഏകദേശം 4 കോടി രൂപയ്ക്ക് മുകളിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊറ്റ റീസണേ ഉള്ളൂ. കാരണം ഈ ഒരു സിസ്റ്റം എന്താണെന്നുള്ളത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല, ഇത് എന്താണെന്നുള്ളത് മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആക്ടിവിറ്റീസിലൂടെ പ്രവർത്തിച്ചു എന്നുള്ള ഒറ്റ റീസൺ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, പുതിയതായിട്ട് കടന്നു വന്നുള്ള ആളുകൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. നമുക്ക് കിട്ടുന്ന അറിവ് വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇന്ന് മാക്സിമം ആളുകളിലേക്ക് ഇതിന്റെ അവയർനെസ് നമ്മൾ കൊടുക്കുക. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ക്രിപ്റ്റോ കറൻസിയുടെ നമുക്കറിയാം, ഈ ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന സമയത്ത് 2020 മാർച്ച് 4-ാം തീയതി വരെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലായിരുന്നു കടന്നിരുന്നത്. 2020 മാർച്ച് 4-ാം തീയതിയോട് കൂടിയിട്ട് സുപ്രീം കോടതി, നമ്മുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി നമുക്ക് ഓർഡിനൻസ് പുറത്തിറക്കി തന്നു. ഇത് ക്രിപ്റ്റോ കറൻസി ക്രൈം ചെയ്യാനും അതേപോലെ തന്നെ വാങ്ങാനും വിൽക്കാനുമുള്ള പെർമിഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലീഗലാക്കി നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് എല്ലാതര ബാങ്കുകളും മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളും, പേപാൽ പോലുള്ള നമ്മുടെ ഫേസ്ബുക്ക് പോലുള്ള അല്ലെങ്കിൽ പേടിഎം പോലുള്ള എല്ലാ കാറ്റഗറിയിലും ഇത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ പ്രാധാന്യം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് അഭിമാനിക്കുന്ന ഒരു കാര്യം തന്നെ, ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ ബാങ്ക് അവൈലബിൾ ആയിട്ട് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതെല്ലാം ഇനി വരാൻ പോകുന്ന ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് നമുക്ക് പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും അതായത് കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഈ ഒരു സിസ്റ്റം എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും വ്യക്തമായിട്ടുള്ള ഈ ഒരു വലിയൊരു നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. അതിനു വേണ്ടിയിട്ട് മാക്സിമം എന്താണ് എഡ്യൂക്കേഷൻ, എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, എന്താണ് ഫോർസേജ് എന്നുള്ള സിസ്റ്റം കറക്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്, വിഷ് ഓൾ സക്സസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ എക്സ്പീരിയൻസ്. താങ്ക് യു വെരി മച്ച്. സോ അടുത്തതായി തൊടുപുഴ നിന്നും ഈ ഒരു ബിസിനസ് വളരെ സീരിയസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ജിജോ സാറിനെയാണ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ എല്ലാവർക്കും
എല്ലാവരും ഇതിലൂടെ ഒരു ഏർണിങ്സ് മാത്രം ഉണ്ടാക്കുമ്പോൾ ഒപ്പം അറിവും നേടിക്കൊണ്ട് ഒരുപാട് പേർക്ക് ഈ സാധ്യത എത്തിച്ചു കൊടുക്കുകയും അവരോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നല്ലൊരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൂടി നടത്തുന്ന ഒരാളാണ് അദ്ദേഹം. സോ ഹാർഡ്ലി വെൽക്കം ജിജോ സർ ടു ഷെയർ യുവർ എക്സ്പീരിയൻസ്. ജിജോ സർ, താങ്ക് യു രമ മാഡം, താങ്ക് യു വെരി മച്ച്. പ്ലീസ് കണ്ടിന്യൂ. എന്നെ പരിചയപ്പെടുത്തി, പേര് ജിജോ, സ്ഥലം തൊടുപുഴയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ അവസരം ജൂൺ മാസമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫോർസേജിലേക്ക് കടന്നു വരുന്നത്. എനിക്ക് ഈ അവസരം തന്നത് നമ്മുടെ ഗ്രേറ്റ് മെന്റർ, നാഷണൽ ലീഡർ നമ്മുടെ മുഹമ്മദ് അഷ്റഫ് സാറാണ്. അദ്ദേഹം ഈ അവസരം പറയുന്ന സമയത്ത് ലോക്ക്ഡൌൺ ആയിട്ട് നമുക്കറിയാം, ഫെബ്രുവരി മാസം, ഏപ്രിൽ ഒക്കെ കഴിഞ്ഞു. പിന്നെ എങ്ങനെ ജീവിതം മുൻപോട്ട് പോകുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ അവസരം കിട്ടി. കെവിൻ സാർ പറഞ്ഞ പോലെ, ആബിദ് സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ദൈവാനുഗ്രഹം പോലെ തന്നെ ഈ അവസരം കിട്ടി. അപ്പൊ അവിടെ വേറൊന്നും നോക്കാൻ നിന്നില്ല, പഠിക്കാൻ വേണ്ടി നിന്നില്ല. അദ്ദേഹത്തെ വിശ്വാസമായിരുന്നു. അദ്ദേഹം മെയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്, അദ്ദേഹം ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം വരുമാനം വാങ്ങിക്കുന്നു, നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. കാരണം മുമ്പിൽ വേറെ അവസരം ഉണ്ടായില്ല, മുമ്പിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറായത്. പിന്നെ മണികണ്ഠൻ സാറിന്റെ പ്രോഗ്രാമും മറ്റ് ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളൊക്കെ കേട്ടു. അപ്പോൾ പതിയെ നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറായി. ഇത് നമുക്ക് ഒരു വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, ലൈഫ് ലോങ് ചെയ്യാവുന്ന പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്തായി, സീരിയസ് ആയിട്ട് തന്നെ ഏറ്റെടുത്തു. ഇപ്പോ അബി സാർ പറഞ്ഞ പോലെ തന്നെ അറൗണ്ട് 30 lakhs ഈ സമയം കൊണ്ട് തന്നെ വരുമാനം നേടാൻ എനിക്കും സാധിച്ചു. വളരെ സീരിയസ് ആയിട്ട് ടീമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ജീവിതത്തിൽ ഇത് ആവശ്യമുണ്ട്. വൈ ഷുഡ് ഐ ഡു ദിസ് ബിസിനസ്, ഫോർസേജ് ബിസിനസ്, എന്തിന് ഞാൻ ചെയ്യണം? നമ്മുടെ മുൻപിൽ അങ്ങനെ അതിനൊരു ആൻസർ ഉണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ സാമ്പത്തികം ആവശ്യമാണ്, അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ കുറവുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ വ്യക്തിക്ക് പോലും എത്രയോ മേഖലകളിൽ നിന്ന് വരുമാനമുണ്ട്. നമ്മൾ സാധാരണക്കാർ ചിന്തിക്കുക, നമ്മൾ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നു, ആ മേഖലയിൽ മാത്രം വരുമാനം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ആ മേഖലയ്ക്ക് എന്തെങ്കിലും തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്യാൻ വേണ്ടി തയ്യാറാവും. എന്നാൽ അതേ സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന വരുമാനം ഉണ്ടെങ്കിൽ പോലും, ഒരു ജോലി ഉണ്ട്, അല്ലെങ്കിൽ കൃഷിയുണ്ട്, അല്ലെങ്കിൽ മറ്റു മേഖലയിൽ വരുമാനം ഉണ്ടെങ്കിൽ പോലും ഒരു അഡീഷണൽ വരുമാനം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റെടുത്ത്. കാരണം ആ മേഖലയ്ക്ക് എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ പോലും നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി അതില്ലാത്ത ആളുകളെ സംബന്ധിച്ചോ ഒരു മെയിൻ ഇൻകം നമ്മുടെ ലൈഫിൽ നമ്മുടെ ഡ്രീംസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ അച്ചീവ്മെന്റ് എടുക്കാൻ പറ്റുന്നു. ഇപ്പോൾ സൂചിപ്പിച്ചു അഷ്റഫ് സാറൊക്കെ 1.5 കോടി രൂപ ഈ സമയം ഏൺ ചെയ്യാൻ പറ്റും. മണികണ്ഠൻ സാർ 5 കോടിക്ക് മേലെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഇങ്ങനെ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇതിൽ ഈ മീറ്റിംഗിൽ, പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന 99% ആളുകളും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഈ പ്രൊജക്റ്റിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ഡിജിറ്റൽ കറൻസിയെ പറ്റി കേൾക്കുന്നത് തന്നെ. അപ്പൊ നമ്മളൊക്കെ ആദ്യമായി തന്നെ ഇത് കേൾക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇലക്ഷൻ ഒക്കെ കഴിയുമ്പോൾ എക്സിറ്റ് പോൾ എടുക്കുന്ന പോലെ തന്നെ. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് ആളുകളെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എന്താണ് ട്രെൻഡ് എന്നുള്ള അറിയാം. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയും ആളുകൾ നോക്കിയാൽ അറിയാം എത്ര പേര് ഇതിന് മുൻപ് ഇത് കേട്ടിട്ടുണ്ട്, ആദ്യമായാണ് കേൾക്കുന്നത്. അപ്പോ നമ്മളൊന്നും ഇത് കേൾക്കുന്നതിന് മുൻപേ തന്നെ, ലോക ജനസംഖ്യയിൽ 1% ആളുകൾ പോലും ഇത് മനസ്സിലാക്കുന്നതിന് മുൻപേ തന്നെ വെറും 30 രൂപയ്ക്ക് തുടങ്ങിയ ബിറ്റ്കോയിന്റെ വില 32 ലക്ഷം എത്തുമെങ്കിൽ, വെറും 200 രൂപ താഴെ വാല്യൂമായിട്ട് തുടങ്ങിയ എത്തേറിയത്തിന് ഇന്ന് 1 ലക്ഷം രൂപ ടച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ലോക ജനസംഖ്യയിൽ വെറും 1% ആളുകൾ ഈ മേഖലയെ പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ടാവും, ഡിജിറ്റൽ കറൻസിയുടെ സാധ്യത എത്രത്തോളം ഉണ്ടാവും ഡിയർ ഫ്രണ്ട്സ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്, ഒരു ബിറ്റ്കോയിന്റെ വാല്യൂ 1.5 കോടി ആയാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. നിറയെ റിപ്പോർട്ടുകൾ ഗൂഗിളിലും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോ ഈ ആയിരിക്കുന്ന നിമിഷം മാത്രമേ ഉള്ളൂ, സെക്കൻഡ് നമ്മുടെ അല്ല. സോ ഇപ്പൊ ഈ ആയിരിക്കുന്ന സമയമാണ് നമ്മളുടെ സമയം. അതാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ടൈം. സോ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾ ഇനിയും സമയം കളയാതെ സീരിയസ് ആയി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു വലിയ വിജയം ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് രമ മാഡം. Thank you, Jijo sir. Thank you very much for your valuable experience. Thanks a lot, sir. അടുത്തതായി ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എറണാകുളത്ത് നിന്നും ഈ ഒരു ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സതീഷ് കുമാർ സാറിനെയാണ്. സാറിന്റെ വാല്യുബിൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായി ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സതീഷ് കുമാർ സർ, വെൽക്കം. Please share your experience, sir. Good evening, Rama Madam, for this great privilege. ഞാൻ ഒരു 30 വർഷത്തോളം കോർപ്പറേറ്റ്സിൽ വർക്ക് ചെയ്യായിരുന്നു.
30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സെയിൽസിൽ. ആക്ച്വലി ആ ഒരു എക്സ്പീരിയൻസുമായിട്ടാണ് ഡോക്ടർ കെവിൻ പറഞ്ഞ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കേൾക്കുന്നത്. അദ്ദേഹമായിട്ട് എനിക്ക് 3-4 വർഷത്തെ നല്ല ക്ലോസ് കോണ്ടാക്ട് ഉണ്ട്. അദ്ദേഹം എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കോവിഡിൻ്റെ ടൈമിൽ, അപ്പോൾ ഞാൻ ഏറ്റെടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ബിക്കോസ് ഹി ഈസ് വെരി ക്ലോസ് ടു മീ. അദ്ദേഹം പറയുന്ന നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാനത് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എങ്കിലും എനിക്ക് ഈ ബിസിനസ്സിനെ കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. only because of my relations with them I started this. പക്ഷേ ഞാനിത് ആദ്യത്തെ ദിവസം മുതൽ പഠിക്കും തോറും ഇതിൽ വലിയ അനന്ത സാധ്യതകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. അത് ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം വെച്ചാൽ നമ്മളിത് ഉദ്ദേശിക്കുന്ന ചെറിയൊരു ടോപ്പിക്കല്ല, ഇത് വലിയൊരു ടോപ്പിക്കാണ്. ലോകം മുഴുവൻ പെട്ടെന്ന് പന്തലിച്ച് കിടക്കുന്ന വലിയൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഇനിയും ഒരുപാട് ആൾക്കാർ വരാൻ സാധ്യതയുള്ള വരുന്ന ഒരു ബിസിനസ് തന്നെയാണ് നമുക്ക് നേരിട്ട് പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുക, കൂടുതൽ ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഓൾമോസ്റ്റ് 2-3 മാസത്തോളമായി ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസത്തിന് മുമ്പിൽ ഞാൻ വാങ്ങിക്കുമ്പോൾ എത്തീരിയത്തിൻ്റെ വില 26,000 രൂപയായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം എത്തി നിൽക്കുന്നത് 96,000 രൂപയിലാണ്. 3 മാസം കൊണ്ട് 26,000-ൽ നിന്ന് 96,000-ലേക്ക് പോരുന്ന ഏത് ബിസിനസ്സാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്, ഇപ്പോൾ ഭൂമിയിലുള്ളത്? അപ്പോൾ എനിക്കുള്ള ഒരു മനസ്സാവെന്ന് വെച്ചാൽ അന്ന് 26,000 രൂപയുടെ 2 എത്തിരിയും എനിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഓർത്ത് ഒരു 4-5 വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അസറ്റ്സ് ഇപ്പോൾ മൾട്ടി ഫോൾഡ് ആയേനെ. പക്ഷേ എങ്കിലും നമുക്ക് ഇനിയും അതിന് സമയമുണ്ട്. കാരണം വെച്ചാൽ ഈ ഫോർസേജ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോം, അത് നമുക്ക് 100 അല്ല 200 അല്ല ആയിരക്കണക്കിന് എത്തീരിയം നമുക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മനസ്സ് വെക്കണം, ഇതിനു വേണ്ടി കുറച്ച് ടൈം ഇടണം, കുറച്ച് എഫേർട്ട് ഇടണം. ഇത് മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് എ ടീം വർക്ക്. ദ ബിഗർ ടീം യു ക്രിയേറ്റ് ദ ബെറ്റർ വിൽ ബി യുവർ ഏണിംഗ്. അങ്ങനെയാണ്. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മളൊരു മഴയത്ത് ഒരു കപ്പുമായിട്ട് പോയ ഒരാൾക്ക് ഒരു കപ്പ് വെള്ളം കിട്ടി. പക്ഷേ ഒരു ബക്കറ്റുമായിട്ട് പോയ ഒരാൾക്ക് ഒരു ബക്കറ്റ് വെള്ളം കിട്ടി. പക്ഷേ ഒരു വലിയ ടാങ്കുമായിട്ട് പോയ ഒരാൾക്ക് വലിയ ടാങ്കിനകത്താണ് വെള്ളം കിട്ടിയത്. അപ്പോൾ ആരാണ് ബുദ്ധിമാൻ? അപ്പോൾ ഈ വലിയ പെരുമഴയത്ത്, ഈ പെരുമഴയാണ് ഈ ബിസിനസ്സിൽ നമ്മൾ ടാങ്ക് കൊണ്ടുപോകണോ കപ്പ് കൊണ്ടുപോകണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ എല്ലാവരും വലിയ ടാങ്കുമായിട്ട് നമ്മൾ ഇറങ്ങി ഈ ഫോർസേജ് ബിസിനസ്സിലേക്ക് വന്ന് 6 മാസം 1 വർഷം കൊണ്ട് നമ്മൾ വലിയ കോടീശ്വരന്മാരായി തീരട്ടെ എന്നുള്ള ആശംസകളോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സതീഷ് സർ, താങ്ക് യു വെരി മച്ച്. നല്ല പോയിന്റ്സ് ആയിരുന്നു സർ പറഞ്ഞത്. താങ്ക് യു വെരി മച്ച്. സോ ഇന്ന് തീർച്ചയായിട്ടും ഒരു ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കേട്ടത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ലീഡേഴ്സ് പറഞ്ഞതുപോലെ ഏതൊരു മേഖലയായാലും മൊത്തം പഠിച്ചു കഴിഞ്ഞ ശേഷം അത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത് ശരിക്കും മണ്ടത്തരമാണ്. സോ ഇതിന്റെ കറൻസിയുടെ റേറ്റ് കൂടുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഇതിൽ ചേരുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാമിൽ ക്ഷണിച്ച ആളിനോട് ചോദിച്ച് മനസ്സിലാക്കുക. വളരെ നല്ലൊരു ബിസിനസ് തന്നെയാണിത്. എല്ലാവരും മാക്സിമം നേരത്തെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഇന്ന് ഇത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത സൈനു സാറിനും ജിജോ സാറിനും ഒപ്പം സതീഷ് സാറിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സോ എല്ലാവർക്കും ഇതിലൂടെ നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാനും വിജയങ്ങളിൽ എത്തുവാനും ഈ പുതുവർഷത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് വന്ന എല്ലാവർക്കും ഒന്നുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.